ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അന്നാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രുചിയിലുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള മുട്ട മസാലയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാനിൻ്റെയും ബ്രെഡിൻ്റെ കൂടെയും അതല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാൻ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ഓയിലാണ് താല്പര്യം അതെടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 4 മുട്ട പുഴുങ്ങി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഹാർഡായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം 2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ടയുടെ പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് ഹോട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കാം. എണ്ണ കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ അധികം താല്പര്യമില്ലാത്തവർക്ക് അതിൻ്റെ അളവ് കുറച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 10-30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ സവോള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് സവോള നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ തക്കാളിയും കൂടി നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് അടച്ച് വെക്കണമെന്നില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ആ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കാനായിട്ട് തീ ഒന്ന് കുറച്ചിട്ടേക്കണേ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതിന് പകരം ഗരം മസാലപ്പൊടി ചേർത്താലും മതിയാവും. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു റോസ്മെല്ല് മാറി വരുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് സമയത്തോളം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നമ്മൾ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ആയിട്ട് ഒരു 1/4 കപ്പ് വീതം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചു, അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. തീരെ നല്ല ഗ്രേവിയുള്ളൊരു കറിയല്ല, ഇച്ചിരി കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം 1/4 കപ്പോളം വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഇളക്കി തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും സവോളയൊക്കെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇതാ നമ്മൾ തീ കുറച്ച് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ തക്കാളിയും സവോളയൊക്കെ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ മിസ്സായതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്നട്ട് പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഒരു 10-12 കാഷ്നട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കാഷ്നട്ട് പേസ്റ്റും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം, ചേർക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുമ്പോൾ ഇതിനോട് യോജിച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ ക്രീമൊക്കെ ചേർത്താണ് ചെയ്യുന്നത് കേട്ടോ.
ആ ഒരു ക്രീമും നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 മുട്ടയാണ് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ ഒരു 6 മുട്ട വരെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇച്ചിരി നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് കുറച്ച് സമയം ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് തീ ഓഫാക്കി ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പോഴാണ് ആ ടേസ്റ്റൊക്കെ കൃത്യമായിട്ട് ആ ഒരു കറിയിൽ പിടിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നമ്മുടെ ചോറിൻ്റെ കൂടെയും പോലും കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചാനലിന് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.